നമുക്ക് ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ പറ്റി മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വിവരവും നിങ്ങൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരവും അല്ലാതെ എനിക്കിതിനെപ്പറ്റി ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. പക്ഷെ ഇവിടെ ഇതിലൊരു വലിയ പ്രശ്നം കാണുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ചർച്ച നടത്തുന്നത് എന്തോ ഭയങ്കര അപരാധമാണ് എന്നുള്ള രീതിയിൽ എന്തിനാണ് ഇത്രയും വലിയൊരു ഗൗരവം അതിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് ആളുകൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? ഞങ്ങളിപ്പോൾ കേരളത്തിൽ 15% വോട്ടുള്ള പാർട്ടിയാണ് BJP. 15-നും 20-നും ഇടയിലാണ്. കേരളത്തിൽ 35% വോട്ട് കോൺഗ്രസിനുണ്ട്, 35% വോട്ട് CPM-നുണ്ട്. നാളെ BJP 35-40% വോട്ടുള്ള പാർട്ടിയാണെങ്കിൽ എന്ത് വേണം? ഈ പാർട്ടികളിലുള്ള വോട്ടുകൾ ഇങ്ങോട്ട് വരണം. ആ വോട്ടുകൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ നേതാക്കന്മാരും ഇങ്ങോട്ട് വരും. കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാളോട് ഞങ്ങൾ സംസാരിക്കില്ല, CPM-കാരായിട്ട് ഒരാളോട് ഞങ്ങൾ സംസാരിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടൊരു പാർട്ടിക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുമോ? ഈ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളിലേക്ക് വരേണ്ട ആളുകളാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ BJP-യുടെ വളർച്ചയെ അതിനുള്ള ഒരു മേൽനോട്ടം നടത്തുക എന്നുള്ള ചുമതലയാണല്ലോ പ്രഭാരിക്കുള്ളത്. അത് കേരളത്തിലെ BJP-യെ വളർത്തുന്നതിന് വേണ്ടതായിട്ടുള്ള ഇടപെടലുകൾ, അതിന് വേണ്ടതായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ അദ്ദേഹം സ്വാഭാവികമായിട്ട് നടത്തുന്നുണ്ടാവും ഞാൻ ഊഹിക്കുന്നു. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും എനിക്കില്ല. പക്ഷെ അദ്ദേഹം EP ജയരാജനുമായിട്ടോ മുഖ്യമന്ത്രിയായിട്ട് പോലും കൂടിക്കാഴ്ച നടത്തിയാൽ അതൊരു അപരാധമൊന്നുമല്ല, അതൊരു സ്വാഭാവികത മാത്രമാണ്. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും CPM-ഉം കോൺഗ്രസും അതിനെ രാഷ്ട്രീയമായി കാണുകയുള്ളൂ. രാഷ്ട്രീയമായി പരിങ്ങളിലാവുകയും രാഷ്ട്രീയമായി ആക്രമണോത്സുകരാകുകയും ഒക്കെ ചെയ്യും എന്ന് BJP-ക്ക് അറിവില്ലായിരിക്കുകയല്ലോ. അപ്പോൾ ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അങ്ങോട്ട് ചോദിച്ചുള്ളൂ. അങ്ങേക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല അതിൽ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് മാധ്യമങ്ങളുടെ കഴിഞ്ഞ തവണ ഈ ചർച്ച TG നന്ദകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായ സമയത്താണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ നിഷേധവും അദ്ദേഹം ആ വാഹനത്തിൽ കയറിപ്പോകുന്ന ദൃശ്യം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഒന്നും എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരികയും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കൂട്ടുകൂടി പോകുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു എന്നൊരു വിരോധാഭാസം അവിടെ നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമുള്ളവരാണ് പ്രതിരോധത്തിലാകുന്നതും പ്രശ്നമുണ്ട് എന്നറിയാവുന്നവരാണ് ആക്രമണോത്സവരാകുകയും ഒക്കെ ചെയ്യുന്നത്. അത് അങ്ങേക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് നോക്കൂ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ രണ്ട് മുന്നണികൾ വളരെ കാലം കൊണ്ട് നർച്ചർ ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ്, BJP വിരുദ്ധത, BJP വിരോധം എന്ന് പറയുന്ന ഒരൊറ്റ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വോട്ടുകളൊക്കെ പെട്ടിയിലായി, ഇനിയെങ്കിലും കുറെ കൂടി സത്യസന്ധമായിട്ട് സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാമല്ലോ. പക്ഷെ ഇന്നത്തെ ചർച്ചയിൽ ഇരുന്നിട്ട് പോലും നിങ്ങളാണ് BJP-യുമായിട്ട് നിങ്ങളാണ് കാര്യങ്ങളാണ്. ആ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് അടുത്ത ഘട്ടത്തിൽ വരികയും ചെയ്യും. ഒന്നും ഒഴിച്ച് നിർത്താൻ കഴിയുന്നതല്ലോ.